സാർ ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ എപ്പോഴെങ്കിലും? എനിക്കല്ലാതെ ഭയങ്കര പവർഫുൾ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ സാധാരണ യാത്ര പോകുമ്പോൾ ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുക ഇല്ലായിരുന്നു. അത് വേറെ അത് പാരനോർമൽ സംഭവം അല്ല. എനിക്ക് നടക്കാൻ പോകുന്ന ആക്സിഡൻറ്റ് ഞാൻ ഇത് ആക്സിഡൻറ്റ് നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നി പുറകിരിക്കണം തോന്നി. ഞാൻ ഈ കാറിന്റെ ഡോറിൽ കൈ പിടിക്കുമ്പോൾ ഞാൻ കുറെ ഫ്ലാഷസ് ഇങ്ങനെ കണ്ടു. ഇനി എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണാം. ഒന്ന് ഈ വണ്ടി പോയി ഒരു സ്കൂട്ടറിനെ ഇടിക്കുന്നു. സ്കൂട്ടറിന്റെ പിന്നിലിരിക്കുന്ന ആള് കഷണ്ടിയുള്ള ആളാണ്. ഇയാൾ സ്കൂട്ടറിൽ നിന്ന് തെറിക്കുന്നു, ആകാശത്തേക്ക് പോകുന്നു. അത് ഞാനിരിക്കുന്ന ഫ്രണ്ടിൽ വണ്ടിയുടെ വിൻഷീറ്റിൽ വന്ന് അടിക്കുന്നു. ഗ്ലാസ് പൊട്ടി, വണ്ടിയുടെ ഗ്ലാസ്സുകളൊക്കെ ചിന്നിച്ചത് എൻ്റെ മടിയിൽ വീഴുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ റോഡിൽ കിടക്കുന്നു. ബ്ലഡ് തലേന്ന് ഇങ്ങനെ ഒഴുകി റോഡ് മുഴുവൻ നിറയുന്നു. ഈ ഒരു ഫ്ലാഷിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ബാക്ക് സീറ്റിൽ പോയിരുന്നു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്കത് ഇല്ല, മറന്നു. അല്ലല്ല, ദിസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. വണ്ടി നിർത്തിച്ചു. എന്നിട്ട് ഞാൻ ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു. ഓക്കെ, വിത്തിൻ 25 മിനിറ്റ് ഞാൻ എങ്ങനെയാണോ ഈ ആക്സിഡൻറ്റ് എനിക്ക് മുമ്പിൽ ഒരു വിഷൻ പോലെ ഞാൻ കണ്ടത്, എക്സാക്ട്ലി അതുപോലെ നടന്നു. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സീറ്റിലൊക്കെ തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഞാനിത് കണ്ടു. പിന്നെ ഒരു പരിധിയില്ലടാ. 25 മിനിറ്റ്സ് മുമ്പ് ഞാനിത് കണ്ട സാധനം ഐ കുഡന്റ് സ്റ്റോപ്പ് ഇറ്റ്. അതായത് എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ പല പല സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് ആ സ്ഥലം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒന്ന് കൊട്ടി നോക്കുമ്പോൾ എനിക്ക് കറക്റ്റല്ല, സൗണ്ട് ഇവിടെ കറക്റ്റല്ല. അങ്ങനെ അവസാനന്മാർ മടുത്തിട്ട് തന്നെ പെരുവനം അമ്പലത്തിൽ കൊണ്ടുപോയി. ഇതാണ് മറ്റേ നമ്മുടെ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അതേ റിപ്ലിക്കയാണ് ഇവിടെ. അവിടെ ഇലഞ്ഞിത്തരമുള്ള, ഇവിടെ ഇലഞ്ഞിത്തരം. ഞാനിങ്ങനെ അമ്പലം ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അമ്പലത്തിന് പിന്നാമ്പുറത്ത് ഗേറ്റിലൂടെ ഞാനൊരു പെരുവഴിയിലെത്തുന്നു. ഞാൻ പെരുവഴിയിൽ നിന്നപ്പോൾ കൈ കൊട്ടുന്നത്, ഞാൻ കൈ കൊട്ടി. സൗണ്ട് കറക്റ്റ് ആണല്ലോ. ഇത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുട്ടന്മാരാർ ഓടി വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടേട്ടാ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ചോദിച്ചു, റസൂൽ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാനിങ്ങനെ കൊട്ടി ഇവിടെ എത്തിയാന്ന് പറഞ്ഞു. അപ്പം റസൂലിനറിയോ, 1138 വർഷം മുമ്പ് പൂരം തുടങ്ങിയത് ഇവിടെയാണ്. അപ്പം എന്നെ അവിടെ കൊണ്ടെത്തിച്ചതല്ലേ.